ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ വണ്ടിക്ക് കന്നിയോട്ടം വന്നു കഴിച്ചിട്ട് നമ്മുടെ വണ്ടി രാവിലെ തന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് ഇന്ന് എഴുതി വെച്ചിട്ട് തുടക്കം ഇവിടെ തന്നെ ആവട്ടെ എന്ന് വെച്ച് നമ്മുടെ പള്ളി. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇന്ന് ഒരു കന്നിയോട്ടം വന്നിട്ടുണ്ട്, ദൈവം സഹായിച്ച്. അപ്പോൾ നമ്മളിന്ന് രാവിലെ വണ്ടി നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് മെഴുതിരി കത്തിച്ചു. ഞായറാഴ്ചയാണ് കേട്ടോ, മെഴുതിരി കത്തിച്ചു. അപ്പം നമ്മൾ നേരെ ഇനി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്. കോന്നിയിലാണ് ഓട്ടം, അപ്പോൾ കോന്നി ആനത്തത്തിലോട്ടം. അപ്പോൾ ഞാൻ നേരെ ഇനി അവിടെ പോയിട്ട് അവരെ എടുത്തിട്ട് വരാം. പിന്നോട്ട് നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഓർക്കണം. അപ്പോൾ നമുക്ക് രാവിലെ ആക്സിഡൻറ്റ് തുടങ്ങാം. അങ്ങനെ ഫൈനലി നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവർ അരിപ്പാടെത്തി. നമ്മുടെ വണ്ടിയുടെ ഒത്തിക്കിട്ട് നമുക്കിപ്പോൾ എടുക്കാനുള്ള അവരിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരും. ജസ്റ്റ് ഇതുണ്ട് നമ്മുടെ അലവിലിട്ടേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, ചിളി തെറിക്കുന്നത്. തുടച്ചാവട്ടെ, അങ്ങനെ ടിഷ്യൂ അതിനകത്ത് എടുക്കുന്നുണ്ടോ? ഈ അലവിലിൻ്റെയാണ് ഈ പ്രശ്നം. ഇതുണ്ടോ നമുക്ക് ഈ മഴയത്തോടെ വേറൊരു കാര്യമുണ്ട്. ഈ മഴയത്ത് ഇതെല്ലാം സർവ്വസാധാരണമാണ്, കാര്യമാക്കണ്ട. ഇത് വലിയ വണ്ടിയെ റണ്ണിങ്ങിനകത്ത് കയറുന്ന കേട്ടോ സംഭവം. കഴുകിയിട്ട വണ്ടി ഇന്നലെ കണ്ടവരും കഴുകിയിരുന്ന രാത്രി ഞാൻ കഴുകിയിട്ട് കുട്ടപ്പനാക്കിയിട്ട് വണ്ടി. ഇപ്പോൾ രാവിലെ അങ്ങോട്ടൊന്നും മഴയായിരുന്നു, അതിൻ്റെ അഴുക്കല്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് എടുത്തു. നമ്മളത് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചുനക്കരയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ സ്ഥലമുണ്ട്, സ്ഥലപ്പേ എനിക്ക് അറിയാൻ പാടില്ല. അവിടെ ഹോം സ്റ്റേ കൊടുത്തു കേട്ടോ. നമ്മളല്ല കൊടുത്ത് അവരെടുത്താണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറി നീട്ടി എടുക്കണം. ഇതാണ് വണ്ടി ഇടുന്ന പാർക്കിംഗ് പ്ലേസ്. നമ്മുടെ ചെറുക്കനെ ഒതുക്കിയിട്ടുണ്ട്. നമ്മളെ എനിക്കറിയാം ഇവിടെ നിന്ന് കോന്നിക്കായിരുന്നു പോകുന്നത്. കോന്നി ഇന്നലെ ഒരു ചെറിയ അവിടെ ഒരു പ്രശ്നം നടന്നത്. എന്താ ഒരു ആന ഒരു പപ്പനെ ചവിട്ടി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലോസ്ഡാണ്. അപ്പം നമ്മൾ നേരെ ഇന്ന് ആലപ്പുഴ ബീച്ചിലോട്ട് നടക്കുന്നത്. ആലപ്പുഴ ബീച്ചിൽ പോയി അവിടെ നേരെ നടക്കാൻ അങ്ങനെ വരാൻ വെച്ചു. അപ്പോൾ പോകുന്ന ലക്ഷ്യങ്ങൾ കാണിക്കാൻ കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് ഇപ്പം നേരെ ചാരുമുടെത്തി. നമ്മളവർക്ക് ഫുഡും മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഫുഡും മേടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. രാവിലത്തെ ഈ മഴയുടെ അഴുക്ക് മൊത്തം അങ്ങനെ കഴുകി കുട്ടപ്പനാക്കണം വണ്ടിയെ. ചാരുമുടി ജംഗ്ഷൻ കേട്ടോ. അതാണ് ചാരുമുടി ജംഗ്ഷൻ. ഇതാണ് നമ്മുടെ വണ്ടി. ലിപ്പിനകത്ത് ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട്. ഇങ്ങനെ ഇവിടെ വെള്ളം ഒഴിപ്പോത്തില്ല. വെള്ളം ഈ കട്ടിങ്ങ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അതാണ് ഈ മണ്ണ് അവിടെ പിടിച്ചിറങ്ങുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം പറഞ്ഞാൽ കണ്ടേ ഒക്കത്തുള്ളൂ. കസവൊക്കെ കഴിച്ച് മാറണം. കസവൊക്കെ കഴിഞ്ഞ് വേറെ കസവ മേടിച്ചിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ ഇട്ടിരുന്ന കസവൊക്കെ കഴിച്ച് മാറ്റി. ഇവിടെ കെട്ടിരുന്ന കസവൊക്കെ കഴിച്ച് നമ്മളവിടെ അതിലേക്ക് വെച്ചിട്ടുണ്ട്. സംഭവമൊക്കെ കുട്ടപ്പനാക്കി വെച്ചേക്കട്ടെ. നേരെ ഇനി ചിലപ്പം ആലപ്പുഴയ്ക്കായിരിക്കും, കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ആലപ്പുഴ ആയിരിക്കും. എന്തുമായാലും പോകുന്ന വഴിയെല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മളതോടെ കണ്ടോ ഫിലിം ഒട്ടിച്ച് ഇവിടെയൊക്കെ ഞങ്ങൾ ഏറ് കയറുന്നുണ്ട്. ഇവിടെ അത് ഈ തണുപ്പ് മഴ സമയത്ത് ഒട്ടിച്ചതിൻ്റെ ആയിരിക്കും. കണ്ടോ ഈ സൈഡ് കുഴപ്പമില്ല, അപ്പുറ സൈഡ് നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഏറ് കയറും. അതുകൊണ്ട് കാണിക്കണം. നമ്മൾ അവർ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എലൈറ്റിൽ കേട്ടോ ഫുഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. എലൈറ്റ് ഹോട്ടൽ. അപ്പോൾ അവർ നേരെ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. നോക്കാം വണ്ടിക്കത്തിരിക്കട്ടെ. നമ്മളങ്ങനെ ചാരുമൂടിലെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയായിട്ട് അവരുടെ വീണ്ടും അവർ രാവിലെ റൂം എടുത്തെടുത്ത് തന്നെ കൊണ്ട് വിട്ടു. ഇത് അവരുടെ റൂം എടുത്ത സ്ഥലം. കാര്യം നമുക്ക് ഇവിടുന്ന് അടുത്ത ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു വെള്ളം മേടിക്കും. ഇവിടെ കടകൾ കാണുന്നില്ല. അവിടെ പോയി ഒരു കടയിൽ വെച്ച് ഒരു വെള്ളം മേടിച്ചിട്ട് അവിടെ കഴിച്ച് കുടിക്കാൻ കഴിച്ചിട്ട് വയ്യ. നമ്മുടെ വണ്ടി ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്, കാണാൻ പറ്റുന്ന അറിയത്തില്ല. ദേ കിടക്കണവൻ. അവൻ്റെ ഫസ്റ്റ് ഓട്ടമാണ്. നമ്മൾ പറ്റുന്നത്ര സഹായിച്ച് അവരെ കൊടുക്കും. നമ്മളവരെ അടിച്ചു പൊളിച്ച് സെറ്റ് എടുക്കുന്നത്. രാവിലെയാണ് ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം വെട്ടമില്ലല്ലോ. നമ്മൾ രാത്രി തിരിച്ച് ഇരട്ടാൻ പറഞ്ഞാൽ പൊളിക്കും. നോക്കിയാൽ മതി. നമ്മുടെ ചെറുക്കനവിടെ കിടപ്പുണ്ട്. കഴിച്ചു കിടക്കുന്നു. നമ്മുടെ മുത്തുമണി കിടക്കുന്നുണ്ടോ. അവിടെ വെയിലാണ് കഴിച്ചു. ഇവിടെ എല്ലാം വെയിലാണ്. വേറെ ഇവിടെ സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ചില്ല ഒതുക്കിയുടെ. അതിൻ്റെ ബാക്ക് സൈഡിലും വെയിലാണ്. അതുകൊണ്ട് അവിടെ കാര്യമില്ല. അപ്പം നേരെ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ആലപ്പുഴ എത്തി. ഭയങ്കര ചൂടാണ്. നോർമൽ ഏച്ചോട്ടം അല്ലാതുകൊണ്ട് ആലപ്പുഴ എത്തി. ആലപ്പുഴ ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ സൈഡിലൊക്കെ, ഓട്ടോയുടെ ബാക്കിലൊക്കെ. ഇവിടുന്ന് ബോട്ടിങ്ങിന് എടുത്തിട്ട് അവർ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ട് നേരെ അവർ ഹൗസ് ബോട്ടുള്ള യാത്രയാണ്. നമ്മൾ പാർക്കിങ്ങിലായിരിക്കും. നമ്മളിവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇവർ ഫുഡ് മേടിക്കാൻ വേണ്ടി കയറിയത്. അവർ ഫുഡ് മേടിച്ചിട്ട് നമുക്ക് നേരെ ഇനി അപ്പുറത്ത് ഫിനിഷിംഗ് പോയിന്റോ അവിടെ വണ്ടി ഇത് വരുന്നത്. അവിടെ പോയിട്ട് ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് കിടക്കാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. വണ്ടിയെല്ലായിരുന്നു മൊത്തം കൊണ്ടാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അടുത്തെത്തി. വണ്ടി പാർക്ക് ചെയ്തു.
നമ്മുടെ ചെറുക്കനെ നമ്മളിവിടെ കയറ്റിയിട്ടു. ഇതൊരു ചെറിയ സ്പേസിലോട്ട് കയറിയിട്ടു കേട്ടോ. ഇതാണ് പാർക്കിംഗ് ഏരിയ നോക്കി. അപ്പം അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് അടങ്ങടുത്തോട്ട് പോകാം. അപ്പം ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അവർ ഫുഡ് മേടിച്ചു. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് വണ്ടി അടക്കത്തോട്ട് പോകാം കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് റൈറ്റ് പോയാൽ മതി. വണ്ടിയെല്ലാം പൂട്ടി സെറ്റപ്പാക്കി. ഇനി അവിടെ പോയിരിക്കാം. അവർ വരുന്നേരം പറയാം. നിങ്ങളെ അവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ വെള്ളം കിടക്കുന്നത് ഇതൊക്കെ മഴയുടെ ആണോ അതിന് വെള്ളം കയറിയതാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ കേട്ടോ. കാര്യം തൊട്ടപ്പുറത്തെ കാലായതുകൊണ്ട് ഇവിടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറിയിരിക്കും. കാര്യം തോട്ടിലെ വെള്ളമൊക്കെ നല്ല ഹൈറ്റിൽ പൊങ്ങി കിടപ്പുണ്ടോ. വെള്ളം 2 ദിവസം മഴയില്ലാത്തതുകൊണ്ട് കുറഞ്ഞായിരിക്കും. പോകും ഹൗസ് ബോട്ട്. ഇത് ഒരു ദൂരോട്ട് വയ്ക്കും. അങ്ങോട്ട് പോകാം നമുക്ക്. ഹൗസ് ബോട്ട് ഇഷ്ടം പോലെ. എൻ്റെ ബാഗുകളിൽ ഹൗസ് ബോട്ടിനകത്ത് പാട്ട് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ്. അവിടെ കോപ്പറേറ്റ് കിട്ടും. സത്യം പറഞ്ഞ് വെള്ളമൊക്കെ കയറേണ്ട വണ്ടിക്കൊന്നും ഓട്ടമില്ല കേട്ടോ. നമുക്കിനി ഇവിടെ കുറേ നേരം ഇരിക്കാം. ഇവർക്ക് 6 മണിക്കേ വരത്തുള്ളൂ ഇവർ. അതുവരെ എനിക്ക് ഇവിടെ ഇരിക്കാം കണ്ടോ. ഇതിലെ അങ്ങോട്ട് കാണുന്നതെല്ലാം ഹൗസ് ബോട്ടാണ്. അല്ലേ ഇതിലെ ഇങ്ങനെ നടന്നങ്ങോട്ട് പോകണം കാണിക്കാം. അന്ന് ഞാനും ജോയിലും വന്നിട്ടൊക്കെ നടന്നു പോയതാണ് ഞങ്ങൾ. ഇവിടെ ഇരിക്കാം ഗൈസ്. ഇവിടെ ആകുമ്പോൾ ഒരു സ്പേസ് ഉണ്ട്. മഴക്കാതിരുന്നാൽ മതിയായിരുന്നു ഇരിക്കുമ്പോൾ. അടിപൊളി ഗൈസ്. ഹൗസ് ബോട്ടും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. അപ്പോഴേക്ക് അവരെല്ലാം വരും. അതുവരെ ഗൈസ് ഇവിടെ ഇരിക്കാം. നല്ല മഴക്കോളുണ്ട് നമുക്ക്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. അതുവരെ ഇവിടെ ഇരിക്കണം. അവർക്കൊരു 6 മണി വരെ ഹൗസ് ബോട്ട് കാര്യത്തിൽ ഓടാനുള്ള അനുമതിയുള്ളൂ. അതാണ് വീട്ടിൽ ഇരിക്കുന്നത്. മറിഞ്ഞു വരുമോ കുലുക്കം. അപ്പോൾ ഗൈസ് വന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ ഫൈനലി അവരെത്തി. നമ്മളങ്ങനെ വണ്ടി കയറി. വണ്ടി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളെ കുറേ നേരം അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നത്. ചെറുക്കനെ ഒന്ന് ഈ വണ്ടിക്ക് ഫസ്റ്റ് പുതിയ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റും റിവേഴ്സും ഒരു ചെറിയ പാടുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് നോക്കണേ. 3 സെക്കൻഡ് ഓൾഡ് ആയിട്ട് റിവേഴ്സ് ഇടാമെന്ന് ആ ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അതേപോലെ ചെയ്യുന്നത്. പക്ഷേ ചെറിയ പാടുണ്ട്. നിങ്ങളൊന്ന് ഈ വണ്ടി ഉപയോഗിക്കുന്നവരെ നോക്കിയിട്ട് പറയണേ. കട്ട് ഓഫ് നോക്കി ഫാൻ കിട്ടു. ഇത് ചൂട്. പക്ഷെ നമ്മൾ വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കട്ടെ. ഇവിടെ ഒരു വീടും കൂടെ കയറ്റിയിട്ടത്. നമ്മൾ ഫൈനലി ആലപ്പുഴ ബീച്ചിലെത്തി. നമ്മുടെ വണ്ടി ദൂരങ്ങളിൽ അങ്ങ് കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇതുകൊണ്ട് കണ്ടോ കിടക്കുന്ന വണ്ടി. ഇതാണ് ആലപ്പുഴ ബീച്ചിൻ്റെ അവസ്ഥ. നോക്കി വെള്ളമൊക്കെ കയറി. ഇപ്പം വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ വറ്റിയ വെള്ളമൊക്കെ തിരിച്ചിറങ്ങി. ഇവിടെ കണ്ടോ നനവ് കിടക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം വന്നതിൻ്റെ പാട് കണ്ടോ. ഇവിടെ കട്ടിങ് ഉണ്ട്. നിങ്ങളെ കാണിച്ചിരുന്നു. പാസഞ്ചറൊക്കെ അവിടെ ഉണ്ട്. അവരവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാണ്. നമ്മളപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാണ് ഗൈസ്. എനിക്ക് ഇരിക്കുന്നതൊക്കെ നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതൊക്കെ. ഇപ്പോൾ സമയം 6:30 ആയിക്കാണ് ഗൈസ്. കണ്ടോ നോക്ക്. ഇവിടുത്തെ കട്ടിങ് കണ്ടോ. പരമാവധി അങ്ങോട്ട് പോവാതിരിക്കും നല്ലത്. മണ്ടത്തരമാണ് അങ്ങോട്ട് പോകുന്നത്. ഇവരൊക്കെ ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട് മാറ്റാനൊക്കെ. ലൈഫ് ഗാർഡ്സൊക്കെ നിൽപ്പുണ്ട്. പരമാവധി അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ. ആര് വന്നാലും പരമാവധി കടലിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ കടലിൻ്റെ ഒക്കെ ആരും നമുക്കറിയത്തില്ല. അഴീക്കൽ ബീച്ചിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ആഴക്കൂടിലൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പരമാവധി എപ്പോഴും ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ പറയാം. നമ്മൾ ഇത്തിരി അതിരിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് എപ്പോഴും നല്ലത്. ഇവിടെ കണ്ടോ അങ്ങ് കണ്ടോ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇറങ്ങി. ഇവരിവിടുന്ന് പറഞ്ഞ് നടന്ന് ഇങ്ങോട്ട് വരും. അപ്പോഴൊക്കെ അവർ വായിക്കുന്ന അങ്ങോട്ട് ഇറങ്ങും. അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നുള്ളവർ അവർക്ക് അറിയാൻ പാടില്ല. എന്തിലായിട്ട് കഴിച്ചിൽ അങ്ങ് കണ്ടോ കുറേ കുത്തായിട്ടിരിക്കുന്നത് സംഭവം. പണ്ട് പാലമണിക്കോ എന്തിനു വേണ്ടി ചെയ്ത സംഭവം കേട്ടോ. സിനിമയിലൊക്കെ ഉണ്ടോ ഭാഗങ്ങളൊക്കെ. മറ്റേ നമ്മുടെ കുണ്ടാണം മറവപ്പയ്ക്കകത്ത് കുഞ്ചാക്കോവൻ്റെ ഒക്കെ ഡാൻസിനകത്ത് അവസാനം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല വെട്ടമുണ്ട് കേട്ടോ. പടിഞ്ഞാറ് സൂര്യനൊക്കെ കടലിനകത്ത് പോയി. നോക്കൂ ഗൈസ്. സൂര്യനെ കടലിനടി പോയി കാണാൻ വയ്യ. ഏതോ ഇല്ല അവിടെ ചെറിയ ലൈറ്റ് ഉണ്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ദൂരം പോയത്. പക്ഷേ അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെയൊക്കെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ കണ്ടോ. ഇതോ ഒരു വെച്ച് ഇല്ലാത്ത ഇരിക്കുന്ന നോക്ക്. യോ അതാ വരുന്നത് കണ്ടോ. എന്തൊരു സാധനം അത് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. യോ പോന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നല്ല കട്ട്. അതെന്താണെന്ന് അറിയില്ല. നമ്മളത് ഷോറൂമിൽ കാണിച്ചത് 3 സെക്കൻഡ് നമ്മുടെ ഗിയർ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇട്ടാൽ ശരിയാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡൗട്ടോ ഏതെങ്കിലും ട്രാവലർ എന്നെ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫസ്റ്റും റിവേഴ്സും നല്ല പാടാണ് ഗൈസ്. പിന്നെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. മുടി പിടിക്കുന്ന കാറ്റടിച്ച് മുടി താപ്പോട്ട് വരുന്നത് അതുകൊണ്ടാണ് നാട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോഴും ആലപ്പുഴ ബീച്ചിൽ കേട്ടോ. സമയം 7 മണിയായെന്ന് തോന്നുന്നു. സമയം നോക്കില്ല. നോക്ക് ഗൈസ്. ഇതാണ് നൈറ്റ് വ്യൂ ആലപ്പുഴ ബീച്ചിൽ. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ പരിമിതികൾ കാരണമാണ് രാത്രി വിഷ്വലിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. കുഴപ്പമില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ വന്ന് ഇരിക്കാൻ നല്ല ആംബിയൻസ്. എൻ്റെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. കണ്ടോ ദൂ കിടക്കണം ചെറുക്കൻ. വണ്ടി വന്ന ആൾക്കാരെ കണ്ടില്ല. അവരെ തപ്പിയെടുക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും കാണും അവർ.
ഇനി അവരെ കൊണ്ട് റൂമിൽ പോകണം. നമ്മൾ രാവിലെ കണ്ടില്ലേ, അവിടെ കൊണ്ടുവരെ ഇറക്കണം. വണ്ടിക്കൊന്നും വേറെ പ്രത്യേകിച്ച് ഫ്രണ്ടിലൊന്നും ലൈറ്റൊന്നും വെച്ചിട്ടില്ല, കമ്പനി ലൈറ്റാണ് വണ്ടിക്ക് ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ കുഴികളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തിരുന്നോ എന്തോ. ഈ മുടി പിടിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ നിങ്ങളെ ആരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പിടിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് ഇറിറ്റേറ്റിങ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിക്കുന്നത്. മുടി വെട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാട്ടുന്നു നോക്കി, നെറ്റിയുടെ വീതി ഉണ്ടോ, ഇച്ചിരി നെറ്റിയേ ഉള്ളൂ. അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് മുടി ഇങ്ങനെ കിടക്കും താപ്പിട്ട്. ഞാനൊക്കെ വൃത്തിയിടാം. ഞാൻ എൻ്റെ പഴയ ഒരു ഫോട്ടോ വേണമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. തമാശയില്ല, എൻ്റെ പഴയ കോലം. അതിൽ നിന്നൊക്കെ മാറി വന്ന മുടി വളർത്തിക്കത്ര. ആരാ കഴിച്ച് എന്നെ വിളിക്കുന്നത്? അപ്പോൾ നമ്മളിനി മുടി വെട്ടിക്കളന്നൊരു കാര്യമില്ല കഴിച്ച്. അപ്പം ഇതാണ് നൈറ്റ് വ്യൂ. ഉണ്ടോ, ആരില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നൊരു പ്രത്യേക സുഖമാണ്.